പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പാർവതി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി ഈ വിവാഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് സൂരജ് ആലോചിക്കുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയും വേണം. അതിനു വേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നിരപരാധിത്വം പുറത്തു വന്നിരിക്കുകയാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായി സൂരജിന് സാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ദുജയുടെ ചതി ഇതോടെ പുറത്തു വരുന്നു. ഇന്ദുജ തയ്യാറാക്കിയ ഫോട്ടോസ് എല്ലാം ഫേക്കാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ ഇന്ദുജയാകെ പകച്ചു പോകുന്നു. തൻ്റെ കള്ളത്തരം പൊളിയുകയാണല്ലോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഇന്ദുജ ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ്. ഇതിനിടയിൽ അവിടേക്ക് കയറി വരുന്ന മീനു ഇന്ദുജിയുടെ മുഖത്തടിക്കുന്നു. ഇന്ദുജിയോട് ഇങ്ങനെയൊരു ചതി ചെയ്യാൻ നാണമില്ലേടി നിനക്ക് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് ഇന്ദുജ പറയുന്നു. ഇതോടെ നിന്റെ സഹോദരി, അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയത് എന്ന് പോലും ആലോചിക്കാതെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാണോ നിന്റെ സഹോദരിയോടുള്ള സ്നേഹം? വളരെ മോശമായി പോയി. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയുമില്ല. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിയമപരമായി കാര്യങ്ങൾ നേരിടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മീനുവും അതുപോലെ തന്നെ സൂരജും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.